ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ നിന്റെ മരണത്തെയോർത്തുള്ള നിന്റെ നിലവിളിയാണ് കുമ്പസാരക്കൂട്ടില് നീ ചൊരിയുന്ന കണ്ണീര്. ഹല്ലേലൂയാ, വലതുകരമേർത്തി ഹല്ലേലൂയാ. നിലവിളിക്കണം, നീ ജീവിക്കണമെന്നുള്ളത് ദൈവ പൈതല് ദൈവത്തിന്റെ മാലാഖി ആഗ്രഹിക്കുന്നത് പോലെ നീയും ആഗ്രഹിക്കണം. ഹല്ലേലൂയാ. നിനക്കൊരു ഉയർപ്പുണ്ടാകുമെന്ന് നായിമിലെ വിധവ ആ പാവം പിടിച്ച അമ്മ മകന് വേണ്ടി നിലവിളിച്ചപ്പോ കർത്താവ് ആ മകനെ ഉയർപ്പിച്ചു കൊടുത്തതുപോലെ നിന്റെ ആത്മീയ മരണത്തെ പറ്റി നീ നിലവിളിക്കുമ്പോ, നിനക്ക് ജീവൻ തിരിച്ചു വേണമെന്ന് നീ ആഗ്രഹിക്കുമ്പോ, നിന്റെ ദൈവം നിന്റെ ജീവന്, നിന്റെ ആത്മീയ ജീവന് നിനക്ക് തിരിച്ചു തരും. ഹല്ലേലൂയാ. മക്കളെ, കരഞ്ഞ് കുമ്പസാരിക്കാവുള്ളൂ. ഒരു പാപം ചെയ്താൽ ഒരു നിലവിളി. ദാവീദിന്റെ നിലവിളി നമ്മൾ കേൾക്കുന്നുണ്ട് 51-ാം സങ്കീർത്തനത്തില്. ദാവീദ് പറഞ്ഞു, കൃത്യം പറഞ്ഞ വാക്കുകളാണ്. നിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു നീക്കരുത്. നിന്റെ ആത്മാവിനെ എനിക്ക് തിരികെ തരണമേ. ദൈവമക്കളെ, പാപം ചെയ്യുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. പാപം ചെയ്യുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവാനുഗ്രഹമാണ്. പാപം ചെയ്യുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് തിന്മയെ തോൽപ്പിക്കുവാനായിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യുന്ന നീ എന്താ സങ്കടപ്പെടാൻ കാര്യം? പാപം ചെയ്യുന്ന നീ എന്താ നിരാശപ്പെടാൻ കാര്യം? പാപം ചെയ്ത നിനക്കെന്താ ഒരു ഉന്മേഷം കിട്ടാത്തത്? കാരണം നിനക്ക് ഉന്മേഷത്തിന്റെ അരൂപി, നിനക്ക് ശക്തിയുടെ അരൂപി അത് നിനക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദാവീദ് നിലവിളിച്ചു പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റല്ലേ. ഒരു പക്ഷേ സങ്കീർത്തനങ്ങളിലെ ശങ്കായിട്ട് മാറുന്ന ഒരു പ്രാർത്ഥനയായി ദാവീദിന്റെ നിലവിളി തീർന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതേ പൈതല്, നിന്റെ കുമ്പസാരക്കൂട്ടിലെ നിലവിളിക്ക് നിന്നെ വിശുദ്ധീകരിക്കാൻ പറ്റും. ഒരുപക്ഷെ അനേകരെ വിശുദ്ധീകരിക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുമ്പസാരം കാൽവരി കുരിശിന്റെ ചുവട്ടിലുള്ള മുട്ടുകുത്തലാണ്. കാൽവരി കുരിശിൽ നിന്ന് മിറ്റി വീഴുന്ന തിരുരക്തത്താൽ നിന്നെ തന്നെ കഴുകുന്നതാണ് കുമ്പസാരം. ദൈവമക്കളെ, ആ രക്തത്തിനില്ലാത്ത കരുത്ത് ലോകത്തിൽ ഒന്നിനുമില്ല എന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയാ. പൊന്നു തമ്പുരാന്റെ തിരുരക്തത്തിനുള്ള കരുത്ത് ഈ ലോകത്തിലുള്ള ഒന്നിനുമില്ല എന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം. നിന്റെ പാപം മോചിക്കുമ്പോ നിന്നിലേക്ക് ദൈവം നൽകുന്ന ഒരു അഭിഷേകമുണ്ട്, കരുത്തുണ്ട്. ഹല്ലേലൂയാ. മക്കളെ, 2 ആഴ്ചയിൽ ഒരിക്കൽ മക്കൾ കുമ്പസാരിക്കുക. ഒരു കൊച്ചു പാപം ചെയ്ത് ഓടിപ്പോണം. കാരണം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടുന്ന് വാതിലും തുറത്തിട്ട് നീ പാപം ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് കാത്തിരിക്കും, എൻ്റെ മകന്റെ മടങ്ങി വരവിന്. ഹല്ലേലൂയാ. അവന്റെ കയ്യിൽ പുതിയ വസ്ത്രമുണ്ട്, അവന്റെ കയ്യിൽ പുതിയ ചെരുപ്പുണ്ട്, അവന്റെ കയ്യിൽ പുതിയ മോതിരമുണ്ട്. ഹല്ലേലൂയാ. അവൻ നിനക്ക് വേണ്ടി ഒരു വിരുന്നും ഒരുക്കിയിട്ടുണ്ടാവും. ഹല്ലേലൂയാ. ഒരു കുമ്പസാരത്തിനൊരു അഭിഷേകമുണ്ടെന്ന്. അവങ്ങളെ പാവം പോവുക മാത്രമല്ല, നീ സ്വീകരിക്കുന്ന ഒരു കൃപയുണ്ട്. നീ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നിന്റെ മേൽ പെയ്യുന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ, നല്ലൊരു കുമ്പസാരം അനുദപിച്ചു. നിന്റെ ഭാഗ്യമാ മക്കളെ. ദിവ്യകാരുണ്യം കഴിഞ്ഞ ഒരു ദൈവ പൈതലിന്റെ വലിയ ഭാഗ്യമാണ് കുമ്പസാരക്കൂട്. നിനക്ക് വിശക്കുമ്പോൾ, ആത്മീയ വിശപ്പ് അനുഭവിക്കുമ്പോൾ, നിനക്ക് തളർച്ച വരുമ്പോൾ, ദിവ്യകാരുണ്യ മേശയിൽ അപ്പം വിളമ്പുന്നത് പോലെ നീ മാനസികമായിട്ട് തളരുമ്പോൾ, ആത്മീയമായിട്ട് നീ വീഴുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്ന അഭിഷേകം അത് കുമ്പസാരക്കൂട്ടിൽ നിനക്കുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ല കുമ്പസാരം നടത്തും മക്കളെ.
അതുപോലെ നമുക്കറിയാം ഓരോ തിങ്കളാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ ഇറ്റ് ഈസ് എ മിറക്കിൾ അവർ. അത്ഭുതങ്ങളുടെ മണിക്കൂറാണിത്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വിളിച്ച് അത് അഭിഷേകത്തിന് അവർ ഓഫ് ഗ്രേസ് ആൻഡ് അവർ ഓഫ് അനോയിന്റിങ്. ദൈവമക്കളെ, അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ നിങ്ങളും പ്രാർത്ഥിക്കാനുണ്ടാവണം. ദിവ്യകാരുടെ സന്നിധിയിൽ നിന്ന് വൈദികരെ സന്യസ്തരും ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന് എവിടെ ഇരുന്നായിരുന്നാലും ശരി, ഇന്ത്യൻ ടൈം 4 PM to 5 PM will be the hour of grace, the hour of anointing and the hour of miracles. Hallelujah. 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 യെശയ്യാ തിരുവചനത്തിൻ്റെ 43-ാം അധ്യായം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധ്യാന വിഷയമായി തരികയാണ്. നമുക്കറിയാം, തകർക്കപ്പെട്ട ജെറുസലേമിനോട്, തകർക്കപ്പെട്ട ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് യെശയ്യാ വചനങ്ങൾ 40 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. തകർക്കപ്പെട്ട വ്യക്തി നോക്കിക്കേ, നായിമിലെ വിധവ, അവൾ തകർക്കപ്പെട്ട സ്ത്രീയായിരുന്നു. ദൈവമക്കളെ, തകർക്കപ്പെട്ട വ്യക്തികളോട്, തകർക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളോട് ദൈവം സംസാരിക്കുമെന്ന്. ഹല്ലേലൂയ. God addresses tears. God addresses cries. God addresses affliction. ദൈവം നിലവിളിക്കുത്തരം നൽകും. ദൈവം കണ്ണീരിന് ഉത്തരം നൽകും. ദൈവം സഹനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ദൈവം ഉത്തരം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചൊല്ലാതെ ചൊല്ലുന്ന പ്രാർത്ഥനയാ കണ്ണീര്, പറയാതെ പറഞ്ഞു വെക്കുന്ന പ്രാർത്ഥനയാ നിലവിളിയ. ദൈവമക്കളെ, നിന്റെ ജീവിത ബലിയാണ് നിന്റെ സഹനങ്ങള്. അതിനോട് ദൈവം കണ്ണടക്കില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. തകർക്കപ്പെട്ട മക്കളോട് ദൈവം സംസാരിക്കുക. 43-ാം അധ്യായം 1-ാം വാക്യം, യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും, I have created you. ഞാൻ നിന്റെ അപ്പനാണ്. ദൈവമക്കളെ, നീ വീഴുമ്പോ ഭാര്യക്ക് ഒരു വല്ലാത്ത ദുഃഖം ഉണ്ടാക്കുമ്പോൾ എങ്ങോട്ട് തിരിയും? ഭർത്താവിലേക്ക് തിരിയും. ഭർത്താവിനൊരു വലിയ സങ്കടം വരുമ്പോൾ ആരെയാ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ഭാര്യയാ. ഒരു മകനോ മകളോ ദുഃഖം വരുമ്പോ ആരുടെ അടുക്കലേക്കാ ചായുന്നത്? അത് അപ്പനെ ആയിരിക്കണം, അമ്മയെ ആയിരിക്കണം. അല്ലെങ്കിൽ ചാരി നിൽക്കുന്നവര്, നീ ആരെ ചാരിയോ കുറച്ച് കഴിയുമ്പോൾ അവര് മാറിക്കളയും. ഒരു മരം പോലെ നിന്നെ താങ്ങാൻ, ഒരു തൂണ് പോലെ നിന്നെ താങ്ങാൻ നിന്റെ അപ്പനും അമ്മയ്ക്കും അല്ലാതെ അനേകം യുവതിവാക്കന്മാര് ഈ വചനം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ദൈവ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വഴിയിൽ കണ്ടവനെ അല്ല ചാരേണ്ടത്. അവിടെയും ഇവിടെയും കണ്ടവനെ നീ ചാരി നിൽക്കല്ല. അവൻ എപ്പം വേണേലും മാറിക്കളയും. പക്ഷേ നിന്റെ അപ്പനോ നിന്റെ അമ്മയ്ക്കോ നിന്റെ അടുക്കൽ നിന്ന് മാറിക്കളയാനാവില്ല. യുവതിവാക്കന്മാർ, പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ഇത് കേൾക്കുന്നുണ്ടല്ലോ. നിനക്ക് ചാരാ മക്കളെ. നിന്റെ അപ്പൻ അവിടെ നിന്ന് ഉപ്പ് തൂണായാലും ശരി, ആ മനുഷ്യൻ അവിടുന്ന് മാറില്ല. നിന്റെ അമ്മ അവിടെ നിന്ന് ഒരു ഒരു തൂണായി മാറിയാലും ശരി, നിന്റെ അമ്മ കാലും കൈയും മരച്ചാലും ശരി, എൻ്റെ കുഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കൽത്തൂണായി നിന്റെ അമ്മ മാറും. ഹല്ലേലൂയ. അതേ മക്കളെ, തകർച്ചയിൽ നമ്മൾ ചാരുന്ന ചില വ്യക്തികളെ പറ്റി ഓർമ്മിപ്പിച്ചത്. ദൈവ പൈതലെ, നിനക്ക് ചാരാനായിട്ട് ദൈവമല്ലാതെ മറ്റൊരാളില്ല. നീ ചാരിയാൽ മാറിക്കളയില്ല നിന്റെ ദൈവം. പറഞ്ഞ ഹല്ലേലൂയ. ദുഃഖങ്ങളിൽ ചാരണം ദൈവത്തിങ്കിലേക്ക്, സങ്കടങ്ങളിൽ ചാരണം ദൈവത്തിങ്കിലേക്ക്. ഹല്ലേലൂയ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും കർത്താവിന് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് പൈതലെ. കർത്താവിന് നിന്നോട് അത്രയ്ക്കിഷ്ടമുണ്ട്. അനേകം അമ്മമാര് പറഞ്ഞു വെച്ചാ ഈ കൊച്ചിൻ്റെ രോഗം എനിക്കെത്താം. സത്യമക്കളെ, ചങ്കുള്ള അമ്മമാര്, നീരുള്ള അമ്മമാര് പറയും. മക്കളെ, ചില സമയത്തെങ്കിലും ചില മക്കളുടെ മേലെ കൈവച്ചിട്ട് അച്ഛന്മാർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൈദികർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഈ രോഗം എനിക്ക് നീത്താ, ഈ രോഗം എനിക്ക് നീത്താ. നിങ്ങൾ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അച്ഛനായി നിന്നുകൊണ്ട് വൈദികർ കൈവെക്കുമ്പോൾ നിങ്ങൾ കേൾക്കാതെ അവര് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാ. ദൈവമേ,
ദൈവമേ, ഈ രോഗം വേണമെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാം. ഈ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്ക. ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഇസ്രായേലേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും. ഇറ്റ്സ് ഗോഡ്സ് ഡിസൈൻ. കർത്താവിന്റെ പദ്ധതിയാണ് ഇതല്ലേ. കർത്താവ് രൂപപ്പെടുത്തുന്ന നീ എന്ന വ്യക്തി നിന്റെ തലയും ഉടലും മാത്രമല്ല, നിന്റെ ജീവിതത്തെ കർത്താവ് രൂപപ്പെടുത്തിയതാണ്. നിന്റെ ജീവിതത്തെ കർത്താവ് രൂപപ്പെടുത്തിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ സാക്ഷ്യം പറഞ്ഞൊരു പെൺകുട്ടി പറഞ്ഞു, അവള് പരീക്ഷ എഴുതി. ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ, ഏറ്റവും മാർക്ക് കിട്ടേണ്ട പരീക്ഷ. റിസൾട്ട് വന്നപ്പോ കൊച്ചു പരീക്ഷ തോറ്റു. ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു 18-19 വയസ്സുള്ള നിങ്ങളുടെ മോളിന്ന് ആൾക്കാരെ പറഞ്ഞത് എന്നാന്നറിയോ? ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഒച്ചതി പറഞ്ഞ ഹല്ലേലൂയ, വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതേ പൈതല്, നിന്റെ സങ്കടക്കടലില്, നിന്റെ ദുഃഖ നിമിഷങ്ങളില്, നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നീ വീണ് പോകുമ്പോൾ നീ അറിയണം, God has a plan behind it. ഇതിന്റെ പിന്നില് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. മക്കളെ, സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടായിരുന്നു ഈ ആൾക്കാരയില്. ഞാൻ പറയും, നിങ്ങൾ 5 മണിക്ക് വന്നാൽ പോരാ, രാവിലെ മുതൽ വന്നിരിക്കണം. തിരിച്ചു പോകുമ്പോ സങ്കീർത്തകം പറയുന്നത് പോലെ പൊട്ടിച്ചിരിച്ചു. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങൾ സ്വപ്നം അതേ മക്കളെ, അതുപോലത്തെ ഒരു അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൂടാരത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വെളുപ്പകാലം മുതൽ തോരാമഴ പെയ്യുന്നത് പോലെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ മക്കള് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പെൺകുട്ടി ഇന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അവൾക്കൊരു മാരക രോഗം, മഞ്ഞപ്പിത്ത രോഗം. മഞ്ഞപ്പിത്തം കൂടി അവൾ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവളൊരു കുരിശുരൂപത്തെ കാണുക. അവളൊരു കുരിശുരൂപം ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണുക. കൂട്ടുകാരൊക്കെ പറഞ്ഞ് അവൾക്കറിയാം ഈ മുറിവേറ്റ ഈ ദൈവത്തെ, ഈ ക്രിസ്തുവിനെ. അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയത്തില്ല, ചിലപ്പം നിനക്ക് എന്നെ അറിയത്തില്ലായിരിക്കും, ചിലപ്പം നിനക്ക് എന്നെയും അറിയത്തില്ലായിരിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം, അവൾ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുക, ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. അവൾ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ ഇപ്പോ ഒന്ന് സുഖപ്പെടുത്ത. ആ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തി. മകളെ, the very instant she got healed. Hallelujah. പനി പിടിച്ച് തുള്ളൽ പനിയായിട്ട് കിടന്ന കൊച്ചിന്റെ ദേഹത്തുനിന്ന് ആ ചൂട് വിട്ടുപോയി, ആ വിറയൽ വിട്ടുപോയി. 1000 പേരെങ്കിലും വിശ്വസിക്കുന്ന വിചാരിച്ച അച്ഛൻ ഇത് പറഞ്ഞ കൈ നോവുന്ന പോലെ കൈയടിച്ച അത് സ്വർഗ്ഗത്തിലുള്ള മഹത്വമായിട്ട് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മക്കളെ, അവള് പറയുക, അവളുടെ അസുഖം വീട്ടിൽ നിന്ന് വീണ്ടും മഞ്ഞപ്പിത്തം കൂടി അവളുടെ കൂട്ടുകാരി അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. കൂട്ടുകാരിയോട് പറഞ്ഞു, മോളെ എനിക്ക് 10 മിനിറ്റുള്ളിൽ ഇരിക്കാൻ പറ്റും, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് തളർച്ചയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റു. അവൾ വന്ന് കൂട്ടുകാരിയുടെ അടുക്കൽ നിന്ന് 2 മണിക്കൂർ ശുശ്രൂഷയും കൂടി അവൾ മടങ്ങിപ്പോവുക. ദൈവമക്കളെ, അന്നത്തെ ആരാധനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഞ്ഞപ്പിത്ത രോഗം സുഖപ്പെടുന്നതായും അവള് സുഖപ്പെടുന്നതായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. നാളുകൾക്ക് ശേഷം ആ രാത്രിയിൽ അവള് കിടന്നുറങ്ങിയെന്ന് കൈയടിച്ചു കർത്താവിന് മഹത്വം. നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, തച്ചുടക്കപ്പെട്ട, തല്ലി തകർക്കപ്പെട്ട ഇസ്രായേലിനോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെട്ടു പോയവൻ, ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെട്ടു പോയ ഒരു യുവാവ്. അവനോട് കുറച്ചു നേരം സംസാരിച്ചു. അവന് നല്ലൊരു ജോലിയുണ്ട്, അവൻ്റെ വിവാഹം തകർന്നു പോയി. 4-5 കൊല്ലം കഴിഞ്ഞു. അവനിങ്ങനെ വിഷമിച്ച് നിൽക്കുക. പ്രതീക്ഷകളൊക്കെ അവൻ പറഞ്ഞു, ഇനി ഒരു കല്യാണം, അവൻ എന്നോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, ഇനി കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ. അവൻ ആകെപ്പാട് നിരാശ, താടിയൊക്കെ നീട്ടി വല്ലാത്തൊരു മുഖമൊക്കെ ആയിട്ട് കൊച്ചു വന്നിരിക്കുക. അവൻ്റെ അമ്മ പറഞ്ഞു, വർഷത്തിൽ 2-3 തവണയും വീട്ടിൽ വരുന്നു. അധികം ദൂരമൊന്നുമല്ല അവൻ ജോലി ചെയ്യുന്നത്, നല്ല ജോലിയാണ്, പക്ഷെ അധികം ദൂരമൊന്നുമില്ല. ചെന്നൈയിൽ അവൻ ജോലി ചെയ്യുന്നത്. ഇവർ കോട്ടയത്താണെന്ന് വിചാരിച്ചു. ഇവൻ 2-3 തവണ വീട്ടിൽ വരത്തുള്ളൂ. എല്ലാ ഞായറാഴ്ച ഇവന് ഫോൺ വിളിയുണ്ട്, 1 മിനിറ്റ് നേരം നീളുന്ന ഫോൺ വിളി. എന്നാ ഉണ്ട് വിശേഷം? ഇവിടെ വിശേഷമൊന്നുമില്ല, എന്നാ ശരി. 3 വാക്യങ്ങൾ.
അമ്മയെ വിളിക്കും. ആരെങ്കിലും വീട്ടിൽ മരിച്ചു, അമ്മ പറയാം ആരെങ്കിലും വീട്ടിൽ മരിച്ചു പോയെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന. അപ്പനും അമ്മയ്ക്ക് അസുഖം വല്ലതും ഉണ്ടെന്ന് വിളിക്കുക. ഈ ഒരു വിളി കൊണ്ട് ദൈവമക്കളെ നിരാശയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ദൈവവൈദ്യരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവന് സകല പ്രതീക്ഷകളും അസ്തമിച്ചവരാ. ഞാൻ പറഞ്ഞു, കൊച്ചേ നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്തായാലും കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു. ഡോണ്ട് ക്രൈ ഓവർ ദ പാസ്റ്റ്. ഇന്നലകളെ ഓർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ. നാളെയെ നോക്കി വിശ്വാസത്തോടെ പ്രവചിക്കുന്നതിലാണ് ദൈവാനുഭവം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഇന്നലെ നോക്കി ചങ്കത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നാളെയെ നോക്കി നീ പ്രവചിക്കുകയാണെങ്കിൽ നിന്റെ പ്രവചനങ്ങൾ ദൈവം അഭിഷേകമാക്കി മാറ്റും. ഹല്ലേലൂയ. കൊച്ചേ ആര് പറഞ്ഞത്? ആര് പറഞ്ഞ് കം ബാക്ക് ടു ലൈഫ്, കം ബാക്ക് ടു ഗോഡ്? ദൈവത്തിലോട്ട് വാ. പ്രാർത്ഥിക്കാൻ കണ്ടോ? ഇല്ല. കൊന്തയുണ്ടോ? കൊന്തയില്ല. ബൈബിളുണ്ടോ? ബൈബിളില്ല. കുർബാനയ്ക്ക് പോയിട്ടുണ്ടോ? ഇല്ല. കുമ്പസാരിക്കണോ? ഇല്ല. കം ബാക്ക് ടു ലൈഫ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കുമ്പസാരിച്ചവൻ വരാനല്ല പറഞ്ഞത്. ദിവസം കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവൻ വരാനല്ല പറഞ്ഞത്. ആരോഗ്യമുള്ളവൻ വരാനല്ല പറഞ്ഞത്. If you are thirsty, കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അച്ഛത്തി പറഞ്ഞ മകൾ ഹല്ലേലൂയ. ഇന്ന് ഈ കൂടാരത്തിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഈ തിരുവചനം, നിങ്ങൾ രോഗക്കിടക്കയിൽ കിടന്നോ, ഭവനത്തിലിരുന്നോ, ഏത് ഭൂഖണ്ഡത്തിലിരുന്നോ, ഏത് രാജ്യത്തിലിരുന്നോ, നിങ്ങൾ ഈ വചനം കേട്ടാലും പൈതല് ഇതാ കർത്താവ് പറയുക, ആർക്കെങ്കിലും ദാഹിക്കുന്നത് കം ടു മീ ആൻഡ് ഡ്രിങ്ക്. വഴിയിലുള്ള മുറ്റത്തുള്ള കിണറല്ല അവൻ കാണിച്ചു തരുന്നത്. ചങ്കിലെ ചോരയും ചങ്കിലെ നീരുവ അവൻ കാണിച്ചു. അവന് കരുത്തുണ്ട്, അവന് ഉറപ്പുണ്ട്. The miracle behind the blood and the water flowing from his heart. തമ്പുരാൻ അറിയാം മക്കളെ. തമ്പുരാന്റെ ചങ്കിൽ നിന്നൊഴുകുന്ന ചോരയുടെ വില എന്താന്ന്, അവന്റെ ചങ്കിൽ നിന്നൊഴുകുന്ന നീരിന്റെ വില എന്താന്ന് ആ കർത്താവിനറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ എന്താ നിനക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തത്? ഞാൻ ഈ കൊച്ചിനോട് ഇതെല്ലാം പറഞ്ഞു. പറഞ്ഞു ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോറിയാ, ഗുഡ് സ്റ്റോറി അല്ല പറഞ്ഞു വരുന്നത്. അവനെല്ലാം കഴിഞ്ഞ ശനിയാഴ്ച മരിയൻ ആരാധയ്ക്ക് വിമലഗിരി കത്തീഡ്രലിൽ വന്നപ്പോൾ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച മറ്റോ നടന്ന സംഭവം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞു. ഇന്ന് നിനക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിലും നിന്നെ ഞാൻ കാണും. കാരണം തീരാൻ പോകുന്നൊരു ജീവിതമാണ്. ദൈവമക്കൾ ഇന്ന് രാവിലെ അവൻ്റെ അമ്മ വന്നു. അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ചക്കൻ പോയി. അവൻ തിരിച്ചു പോയി, അവൻ ചെന്നൈക്ക് പോയി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അവൻ വരാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ. അപ്പം പറഞ്ഞു, അവൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടുക. കൂട്ടുകാരൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുക. കൂട്ടുകാരൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഈ അച്ഛന്മാർക്കൊക്കെ വേറെ തൊഴിലൊന്നുമില്ല ചേട്ടാ, അവർ കൗൺസിലിങ് അത് ഇത്, നിനക്ക് ജീവിക്കണം, നീ തിരിച്ചു പോയി ജോലി. എന്താ മക്കളെ, മരുഭൂമിയിൽ ദാഹജലത്തിന് വേണ്ടി കടന്ന് പെടയുന്നവൻ എന്ത് ജീവനാ? അവൻ കിണറിൻ്റെ വക്കിൽ വന്നേ പറ്റൂ പൈതലെ. മക്കളെ ആ കൊച്ചു പോയി. ഞാൻ അവൻ്റെ അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുടെ ആയതുകൊണ്ട് ഞാൻ പറയുക, കൊണ്ടുപോരാ. എപ്പം കൊണ്ടുവന്നാലും ശരി, ചൊവ്വാഴ്ച ഏത് സമയത്താണെങ്കിലും ശരി, ഞാൻ അമ്മയുടെ മോനെ കണ്ടോളാം. ഹല്ലേലൂയ. മക്കളെ ജീവിതം കൊടുത്താൻ വേണ്ടിയിട്ട് തിന്മ പല രീതിയിൽ. എന്നൊരു കൊച്ചൻ്റെ അടുത്ത് വേറൊരു വിവാഹമോചന കേസ് ഒരു കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞതാ. അന്ന് അവൻ്റെ വൈദികൻ, ഞാൻ പറഞ്ഞു, മോനെ അവിടെ ഇവിടെ നീ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് പോകല്ല. ഞാൻ ആരെയും ചെറുതാക്കുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നിന്റെ ജീവിതത്തിൽ ശരിക്കും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടോക്ക് വിത്ത് എ പ്രീസ്റ്റ്. നീ ഒരു വൈദികനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഈ കൊച്ചനോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരു ഇടിവിട്ട് പോലെ വീണു. അവനോട് പറഞ്ഞു, അച്ഛാ അന്ന് വികാരിച്ചും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ പണി നോക്കാൻ. അവൻ പറഞ്ഞതൊന്നും അല്ലത്, അവൻ്റെ ഉള്ളിൽ നിന്ന് പിശാച്. പിന്നെ ഏതച്ഛൻ ഇടപെടും? അച്ഛൻ്റെ പണി നോക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും അച്ഛൻ തിരിഞ്ഞു നോക്കുമോ? ദൈവമക്കളെ ആ കുടുംബ ജീവിതം തകർന്ന് അവനെയും ഞാൻ ഇന്ന് കണ്ടുമുട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മക്കളെ, God has a responsibility over you. ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. അത് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ്റെ കൈ വിട്ട് ഓടരുത്. ഹല്ലേലൂയ. തിരുവചനം തുടരുക. ഇതാ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടണ്ട. പറയുന്നവനാരാ? കർത്താവ്. ഡു നോട്ട് ബി അഫ്രൈഡ്. ഇന്ന് ഈ കൂടാരത്തിലുണ്ട്. ഇന്നൊരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുത്ത് വന്നു. അച്ഛാ ഒന്നെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം,
അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടുകാർ കൊല്ലും. രണ്ട് അസംഷനാണ് ഉള്ളത്. ഒന്നുകിൽ നാട്ടുകാർ കൊല്ലും, അല്ലെങ്കിൽ തന്നെ മരിക്കണം, ആത്മഹത്യ. മക്കളെ ജീവിതത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു കുടുംബം, ആ മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാതെ കയറി ഭാരം കയറിയിട്ട് ദൂരദേശത്തുനിന്ന് വന്നിരിക്കുക, ഹൈ റേഞ്ചിന് അങ്ങനെ മൂലയിൽ നിന്ന് വന്നിരിക്കുക. ഇന്നലെ വന്നതാ, ബിസിനസ് നടത്തുന്നവരാ. ഇന്നലെ ഉച്ചയ്ക്ക് ബിസിനസ് പൂട്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. തകർന്ന് നിൽക്കുന്നവന് എന്താ ചെയ്യേണ്ടത്, എപ്പോഴാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. വന്നിവിടെ വന്ന് ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. മക്കളെ എല്ലാം പോയെന്ന് വിചാരിച്ച്, എല്ലാം തകർന്നെന്ന് വിചാരിച്ച് നിൽക്കുന്ന ദൈവ പൈതൽ മക്കളെ അറിയണം, ഗോഡ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി ഓവർ യു. കർത്താവിനുണ്ട് മക്കളെ. നിനക്കറിയാത്ത അതല്ലേ പൊന്നു തമ്പുരാനെ പറഞ്ഞു വിട്ടത്, പുത്രൻ തമ്പുരാനെ പറഞ്ഞു വിട്ടത്. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരോട് ദൈവത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഭയപ്പെടണ്ട. അതേ പൈതലെ, ഇന്ന് ഏതവസ്ഥ പരിശുദ്ധാത്മാവാ, ഐ എം നോട്ട് ടോക്കിംഗ് ടു യു, ദ ഹോളി സ്പിരിറ്റ് ഈസ് ടോക്കിംഗ് ടു യു. നീ ഏതവസ്ഥയിൽ എത്ര വലിയ മാരക രോഗത്തിന്റെ റിസൾട്ടുമായിട്ട് ഇന്നൊരു കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ക്യാൻസർ രോഗമാണെന്ന് ബോംബെയിലെ ടാറ്റ ഹോസ്പിറ്റല് സർട്ടിഫൈ ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ കണ്ടുപിടിച്ചു ഈ വ്യക്തിക്ക് ക്യാൻസർ രോഗമാണെന്ന്. പക്ഷേ ദൈവമക്കളെ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാത്തൊരു കാര്യമുണ്ട്, കണ്ണീരിന്റെ വില. കണ്ണീരിന്റെ വില, പ്രാർത്ഥനയുടെ ശക്തി ഒരു ടെസ്റ്റ് ട്യൂബിനും കണ്ടുപിടിക്കാൻ പറ്റില്ല മക്കളെ. ഒരു ടെസ്റ്റ് ട്യൂബിനും കണ്ണീരിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിച്ച ഈ ലോകം രക്ഷപ്പെടും. ദൈവമക്കളെ, ശാസ്ത്രം പോകണ്ട ആ വഴിക്കാം. നീ പ്രാർത്ഥനയുടെ കരുത്ത് നിന്റെ ടെസ്റ്റ് ട്യൂബിൽ കണ്ടുപിടിക്ക. കണ്ണീരിന്റെ വില നിന്റെ ടെസ്റ്റ് ട്യൂബിൽ കണ്ടുപിടിക്ക. Find out the meaning and power of tears and the meaning and power of prayers. Hallelujah. മക്കളെ, എനിക്ക് നിങ്ങൾക്കും പറ്റുന്നൊരു തെറ്റാണല്ലാതെ നമുക്ക് കണ്ണീരിന്റെ വില അറിയത്തില്ല, നമുക്ക് പ്രാർത്ഥനയുടെ ശക്തി അറിയത്തില്ല. ഭയപ്പെടണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പാസ്റ്റ് ടെൻസ്. തകർന്ന് തല്ലിപ്പണമായി കിടന്ന് അടിമപ്പണി ചെയ്യുന്ന അടിമത്തത്തിന്റെ ദേശത്ത് നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിൽ കിടക്കുന്ന ജനത്തോട് പറയാ, I have redeemed you. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ട് ഒരു തകർച്ചയിലോ ദുരിതത്തിലോ ആയിക്കും ദൈവ പൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ പേര് ചൊല്ലി വിളിച്ചു. I have called you by name. ജനക്കൂട്ടമേ നല്ല വിളിച്ചത് സെബാസ്റ്റ്യൻ. He has called by my name. എന്റെ ഓപ്പതാ മക്കളെ, എന്റെ ഓപ്പതാ. പേര് ചൊല്ലി അവൻ വിളിച്ചു, അവൻ മുദ്ര വെച്ചിരിക്കുന്നു പൗരോഹിത്യത്തിലൂടെ. പറഞ്ഞേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് അറിഞ്ഞു, വിശുദ്ധീകരിച്ച്, വേർതിരിച്ച് പേര് ചൊല്ലി വിളി. അതേ മക്കളെ, അച്ഛൻ്റെ കഥ മാത്രമല്ല, ഇത് നിന്റെയും കഥയാ. ഈ വചനം God has chosen you. അറിയണം മക്കളെ, അവന്റെ വലതുവശത്തിരിക്കാൻ വേണ്ടി അവൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്തതാ ചങ്കിക്കൊള്ളുന്ന വാക്ക്, നീ എന്റേതാണ്. I have authority over you. I am your father. You are mine. നീ എന്റേതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷ കെടുന്നത് നമ്മൾ പിശാചിൻ്റെതാകുവാ മക്കളെ. സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നത് നമ്മൾ പിശാചിൻ്റെതാകുമ്പോഴാണ്. ഇരുട്ട് കയറുന്നത് നമ്മൾ പിശാചിൻ്റെതാവുക. ദൈവത്തിൻ്റെതായ മക്കൾക്ക് അവർക്ക് ജീവിതത്തിൽ മുഴുവൻ പ്രകാശങ്ങളാണ്. പിശാചിൻ്റെതാകുമ്പോൾ നിന്റെ വഴിമുട്ടി പോകുന്നെങ്കിൽ തമ്പുരാൻ കർത്താവിന്റെ സ്വന്തമാകുമ്പോൾ നിന്റെ മുമ്പിൽ രാജപാതകൾ തുറക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ഇന്ന് സാക്ഷ്യം പറഞ്ഞൊരു കുടുംബം, മറ്റൊരു കുടുംബം മനോഹരമായിരുന്നു. അവർ പറഞ്ഞ സാക്ഷ്യം ഇതാണ്, 23 വർഷം. നോട്ട് സ്റ്റോറി, ഐ എം നോട്ട് ടെല്ലിങ് യു ദ സ്റ്റോറി. കഥ പറയൂ അല്ലച്ചൻ. ഈ ആൾക്കാരെ എന്ന് പറഞ്ഞ സാക്ഷ്യപ്പെടും 23 കൊല്ലങ്ങൾ മക്കളില്ലാതെ. വിശ്വസിക്കുന്നതിന് ആദ്യം തന്നെ കൈ ഉയർത്തി കൈയടിച്ചു. കൈ ഉയർത്തി നോവുന്ന പോലെ കൈയടിച്ച്. നീണ്ട 23 വർഷങ്ങൾ മക്കളില്ലാതെ. ആദ്യത്തെ 2 വർഷം മക്കൾ വേണ്ടാന്ന് വെച്ചു. ആദ്യത്തെ 2 വർഷം മക്കൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ 16 വർഷം വീട്ടിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊണ്ട് ചികിത്സിച്ചു. 16 2 18 വർഷം വെറുതെ പോയി.
ഇനി ഗ്രേസിന്റെ കാലമുണ്ട്, കൃപയുടെ കാലമുണ്ട്. 5 വർഷക്കാലം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ കൂടാരത്തിലെ വാഴൂരിൽ നിന്ന് അവരൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓമനത്വമുള്ള ഒരു കുഞ്ഞുമായിട്ട് ഇന്ന് ഈ ആൾക്കാരെ വന്നിട്ട് പറയാം. ആഫ്റ്റർ 23 years, ഹല്ലേലൂയ, ഒരു പുരോഹിതൻ അഭിഷേകത്തിന്റെ മനുഷ്യനാവണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു കന്യാസ്ത്രീ ക്രിസ്തുവിനെ ജീവിതത്തിൽ കോരിയെടുത്ത് നടന്നവളാകണം. അത് കർത്താവിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ. അതേ മക്കളെ, ഞാൻ കഴിഞ്ഞ കുർബാനയ്ക്ക് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. സമയമൊക്കെ വേണ്ട, അതിലേക്ക് ഞാൻ പോണില്ല. 23-ാം വയസ്സിലോ മറ്റോ പള്ളിയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീണു ഒരു കൊച്ചു കന്യാസ്ത്രീ. തളർന്നുപോയി, പക്ഷേ അവൾ വിശുദ്ധയായി. The very moment of that falling, പിന്നെ അവൾ കൈവച്ച രോഗി സുഖപ്പെടും. അവൾ സംസാരിച്ച മദ്യപാനിയുടെ മദ്യപാനം വിട്ടുപോകും. അവൾ കൈ ഉയർത്തി ഒന്ന് ആശീർവദിച്ച കടക്കടിമാവും. She became a saint. വെറുതെ ജപിച്ചു പോയിട്ട് കാര്യമില്ല മക്കളെ. ഒരു വിശുദ്ധനാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ, മിനിമം ബിക്കം എ സെയിന്റ്. ചുരുങ്ങിയതൊരു വിശുദ്ധനാവണം മക്കളെ. ഒരു വിശുദ്ധനാവാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം. ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തന്റെ തിരുവഴുത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ മക്കളെ, അച്ഛന്മാര് വിശുദ്ധനാകണം. പ്രദേശിരിപ്പുണ്ട്. വിശുദ്ധനാകാനാണെങ്കിൽ നിങ്ങൾ അച്ഛനാകാൻ പോകാവുള്ളൂ. Sisters, if you are not a saint, try to become a saint. Otherwise, you will be a failure. Hallelujah. ഒരു കുടുംബനാഥൻ അവൻ ഓർക്കണം ലൂയി മാർട്ടിനെ. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അപ്പൻ ലൂയി മാർട്ടിൻ രോഗം പിടിച്ചു. ഏതാണ്ട് ഇളയ കുഞ്ഞ് ജനിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യയെ നഷ്ടപ്പെട്ടു. പാർക്കിൻസൺസ് രോഗം പിടിച്ചു, വിറച്ചിരുന്നു. But he became a holy man, a saint, Louis Martin. മക്കളെ, മുമ്പിൽ ഒരുപാട് നമ്മുടെ ജോൺ പോൾ പാപ്പാക്ക് ഇഷ്ടമുള്ളൊരു വാക്കുകള്, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം. എബ്രായ ലേഖനവാ, എനിക്കൊന്ന് 13-ാം അധ്യായം വന്നു. സാക്ഷികളുടെ ഒരു വലിയ ജീവിച്ചവരുണ്ട് മക്കളെ. യുവാക്കന്മാരെ, യുവതികളെ ഇന്ന് പറഞ്ഞു, എഴുന്നേൽക്ക്. Get up from this world and rise up to heaven. സ്വർഗ്ഗത്തോളം ഉയരാൻ പറ്റും മക്കൾ. നീ ആരുമാകട്ടെ സ്വർഗ്ഗത്തോളം ഉയരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പേര് ചൊല്ലി, അതെ, വിശുദ്ധനാവുമ്പോൾ പേര് ചൊല്ലി വിളിക്കും. വിശുദ്ധനാവുമ്പോൾ പേര് ചൊല്ലി വിളിക്കും. ഹല്ലേലൂയ. ജോൺ ബ്രിട്ടോ മരിച്ച സ്ഥലത്തെ മണ്ണിന് ഇപ്പോഴും രക്തത്തിന്റെ നിറവാണ്. വിശുദ്ധ ജോൺ ബ്രിട്ടോ, ഭാരതത്തിന്റെ ഓമൽ പുത്രൻ വിശുദ്ധൻ, മരിച്ചു വീണ ആ മണ്ണിന്, ഞാൻ നാളുകൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടോയുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. ജോൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റ് മരിച്ച ആ മണ്ണിന് ഇന്ന് ചുവപ്പാ നിറം. ദൈവമക്കളെ, അത് രക്തത്തിന്റെ ചുവപ്പല്ല, രക്തസാക്ഷിയുടെ അടയാളമാ. ആ ദേശത്തിന്റെ അടയാളം അത് രക്തസാക്ഷിയാ. ഹല്ലേലൂയ. കെട്ടുപോകുന്ന വിളക്കല്ല ഒരു വിശ്വാസി, കെടാവിളക്കാ വിശ്വാസി. കെട്ടുപോകുന്ന വിളക്കല്ല വിശ്വാസി, കെടാവിളക്കാ വിശ്വാസി. കൊടുങ്കാറ്റടിച്ചാലും കെട്ടുപോകാത്ത കെടാവിളക്കാണ് ഒരു വിശ്വാസി. പറഞ്ഞേ ഹല്ലേലൂയ. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിളില് സമുദ്രം എന്ന് പറയുന്നത് തകർച്ചയുടെ, ദുരന്തത്തിന്റെ, പാപത്തിന്റെ, പിശാചിന്റെ ആധിപത്യത്തിന്റെ കൂത്തരങ്ങാണ് സമുദ്രം. ഒപ്പം തകർച്ചയുടെ സുനാമി വന്ന ആർക്ക് തടയാൻ പറ്റും മക്കളെ? വിറച്ചിരിക്കും. പെരുമഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ വിറച്ചു. ദൈവമേ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഞാൻ പ്രാർത്ഥിച്ചത്, സത്യത്തിൽ പ്രാർത്ഥിച്ച, കഴിഞ്ഞ കൊല്ലത്തെ പോലെ മഴ പെയ്ച്ചേക്കല്ലേ, ഡാമുകൾ നിറച്ചേക്കല്ലേ, ഞാൻ ചക്കിത്തണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കുർബാനയില്ലേപ്പം. സമുദ്രത്തിലൂടെ സുനാമി ഉയർന്നാൽ ഒരു പ്രധാനമന്ത്രിക്കും പറ്റില്ല മക്കളെ, ഒരു പ്രസിഡന്റിനും പറ്റില്ല സമുദ്രത്തെ തടുക്കാൻ. കർത്താവ് പറയുക, ഞാൻ സമുദ്രത്തെ തടുക്കും. നിന്റെ ജീവിതത്തിന്റെ വലിയ വേലിയേറ്റങ്ങളെ, ഭീകര തിരമാലകളെ ഇത് അടിച്ചിരുത്താൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒച്ചത്തി മക്കളെ, വിശ്വാസിയുടെ വള്ളം മുങ്ങില്ല, വിശ്വാസിയുടെ വള്ളം മുങ്ങില്ല, വിശ്വാസിയുടെ വള്ളം മുങ്ങില്ല. വിശ്വാസിയുടെ വള്ളത്തിൽ കർത്താവുണ്ട്.
സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇമ്മാനുവൽ, ഗാഡ് വിത്ത് അസ്. അതേ മക്കളെ, ആൾത്താരയിലല്ല കർത്താവ്, ചങ്കിലാ കർത്താവ്. വിശ്വാസിയുടെ ചങ്കിലാ കർത്താവ്. ഹല്ലേലൂയ. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല. നമ്മൾ കണ്ടതാണ് നദി കവിഞ്ഞൊഴുകുന്നത്. നദികൾ കവിഞ്ഞൊഴുകുന്ന കണ്ടവർ കർത്താവ് പറയാ, ബട്ട് യു വിൽ ബി ഓവർ ദ റിവർ. തകർച്ചയുടെ കുത്തൊഴുക്കിന് മുകളിൽ ഉയർന്നു നിൽക്കുവാനായിട്ട് വരത്തരാൻ നിന്നെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ളവരാണ് കർത്താവ്. അന്ന് കടലിൽ പോയ പത്രോസിനെ കർത്താവ് കൈപിടിച്ചു. ഒരു സിമ്പലാ മക്കളെ, അത് ഒരു സൂചനയാണ്. കർത്താവ് ഇങ്ങനെ പത്രോസിനെ പിടിച്ചുയർത്തുന്നത് ബൈബിളിലെ ഒരു സംഭവമല്ല. ഇറ്റ്സ് എ സാക്രമെന്റ്, ഒരു റിമൈൻഡറാ മക്കളെ. ജീവിതത്തിൽ വല്ലാതെ മുങ്ങുമ്പോൾ നീ അതൊന്ന് സ്വപ്നം കണ്ടാൽ മതി. കർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന പത്രോസ്, അത് നീയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. ദാനിയേലിനെ ഓർക്കണില്ലേ? അവര് വലിച്ചെറിഞ്ഞു അഗ്നിയിലേക്ക്. അതേ പൈതലേ, നിന്നെ ആരെങ്കിലും ലോകത്തിന്റെ ശക്തികളോ തിന്മകളോ നിന്നെ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ നിനക്ക് പൊള്ളലേൽക്കില്ല, നിനക്ക് തണുപ്പ് തരാൻ കർത്താവ് തന്റെ ദൂതന്മാര് നിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കും. ഹല്ലേലൂയ. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നമുക്ക് വചനം വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ നിന്റെ ദൈവമായ കർത്താവും. മക്കളെ, ജീവിതത്തെ കൂടെ അറിയാതെ ഒന്ന് കൈകൂപ്പണം. അറിയാതെ പറയണം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. നിന്റെ ചങ്കിൽ ദൈവം ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകൻ, സേവിയർ, ഹൂ ക്യാൻ സേവ് യു. നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവൻ. അതേ മക്കളെ, ദൈവമേ, നീ രക്ഷിക്കാൻ പറ്റുന്നവനാന്ന് പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്നവനാന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനും. അതേ മക്കളെ, പാപവുമായിട്ട് കൂട്ടില്ലാത്തവരൊക്കെ ദൈവത്തിന്റെ പക്ഷത്ത്, പാപവുമായിട്ട് തിന്മയുമായിട്ട് ലോകത്തിന്റെ ആസക്തികളുമായിട്ട് കൂട്ടില്ലാത്തവരൊക്കെ ദൈവത്തിന്റെ പക്ഷത്താണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചന ദിവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേവായും ഞാൻ കൊടുക്കും. നിന്റെ മോചന ദ്രവ്യമായി. ദൈവമക്കളെ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി മോചന ദ്രവ്യം കൊടുക്കാൻ ഒരുക്കമുള്ള ദൈവമാണ്. വില കൊടുത്ത് ഹി വിൽ ബൈ യു ബൈ പേയിങ്. നമ്മൾ ശത്രുവിന്റെ അടിമത്തത്തിലേക്ക് പിശാച് നമ്മുടെ മേൽ മുദ്ര വെച്ചെങ്കിൽ ആ മുദ്ര മായ്ച്ചു കളഞ്ഞ് ദൈവത്തിന്റെ സ്വന്തമാക്കാനായി മോചന ദ്രവ്യം ദൈവം കൊടുത്തെന്ന് വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന്. നമ്മുടെ ഗ്യാരണ്ടി അതാ. പിശാച് അങ്ങനൊന്നും നമ്മൾ കയറി പിടിക്കാൻ പറ്റില്ല. ഒരു മാമോദീസ സ്വീകരിച്ച കുഞ്ഞിന്, ഒരു പൗരോഹിത്യം സ്വീകരിച്ച കുഞ്ഞിന്, ഒരു സ്റ്റൈൽ ലേപനം സ്വീകരിച്ച കുഞ്ഞിന്, ദിവ്യകാന്യം സ്വീകരിച്ച കുഞ്ഞിന് അങ്ങനൊന്നും പിശാചിന് കൊണ്ടുപോകാൻ പറ്റില്ല മക്കളെ. കാരണം he has paid the price and the Satan cannot steal us. പിശാചിന് അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല മക്കളെ. ഒരു ധൈര്യവത. ഹല്ലേലൂയ. അതല്ലേ ഓടിക്കും ബസാരക്കൂട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യങ്ങൾക്ക് വ്യാഖ്യാനം ആവശ്യമില്ല. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. അതേപോലെ യു ഹാവ് എ പ്രൈസ്, യു ഹാവ് എ വാല്യൂ. നമ്മളെ എന്നെ ഒന്നിനും കൊള്ളില്ല. ഞാനാരാ? എൻ്റെ കുടുംബം ഏതാ? എൻ്റെ അപ്പനാരാ? വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യൻ. എൻ്റെ വീട് ഒരു കൂരപ്പന. എൻ്റെ അപ്പൻ്റെ ജോലി കൂലിപ്പണി, വിലയില്ല എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയാം, യു ഹാവ് എ ഗ്രേറ്റ് വാല്യൂ. 99 വിശുദ്ധരെക്കാളും ഒരു പാപിക്ക് വിലയിടുന്നവനാണ് എൻ്റെ കർത്താവ്. 99 നീതിമാന്മാരെന്ന് പറഞ്ഞല്ലേ. നീതിമാൻ എന്ന് പറഞ്ഞ വിശുദ്ധൻ എന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 90 അൽഫോൻസാമയെക്കാളും ചാവറയച്ചനേക്കാളും യൂപ്രാസ്യാമയെക്കാളും ഒക്കെ വലിയൊരു വിലയിട്ട് ദൈവം. ദൂർത്തപുത്രൻ്റെ ഉപമ ഞായറാഴ്ച നമ്മൾ വായിച്ചല്ലോ. അവൻ ഉടുപ്പ് തുന്നി വെച്ചിരിക്കുക. മകൻ മടങ്ങി വരുമ്പോൾ എവിടുന്ന ഇറ്റിസനോട്, അത് റെഡിമെയ്ഡ് കടയൊന്നുമല്ല. കർത്താവ് നിനക്ക് വേണ്ടി ഒരു അഭിഷേകത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഒരു കൃപയുടെ ഉടുപ്പ് തുന്നി വെച്ചിട്ടുണ്ടെന്ന്. ദൈവമക്കളെ, ഒരു അധ്യാപിക, ഒരു ഡോക്ടർ, ഒരു ബിസിനസ്സുകാരൻ, ഒരു യുവാവ്, ഒരു യുവതി, നീ ആരുമാകട്ടെ, നിന്നെ ദൈവം സൃഷ്ടിച്ചത്
ദൈവത്തിന്റെ മഹത്വം, നിന്റെ ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നു. ഭൂമി അവിടുത്തെ മഹത്വത്തെ പറ്റി പ്രഘോഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ചങ്കായ നീ തിരുവചനം പറയുക, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവൻ. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം തരാൻ പോവുക. നഷ്ടപ്പെട്ടതൊക്കെ ചേർത്ത് പിടിക്കാൻ പോവുക. ഒരു പുതിയ കൃപ തരാൻ പോവുക. ദൈവമക്കളും എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി എല്ലാം പറഞ്ഞ് ഒന്നാഗ്രഹിച്ച് നിന്നെ സൃഷ്ടിച്ച, നിന്നെ രൂപപ്പെടുത്തിയ, നിന്നെ പേര് ചൊല്ലി വിളിച്ച, നിനക്ക് അഭിഷേകം തന്ന, അഗ്നിയിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന കർത്താവ് യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച് കൈയടിച്ച് സർവശക്തനായ ദൈവമേ, ചൊല്ലി വാഴ്ത്തിടും കൂപ്പ് കൈക്കുരുന്നുമാ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. നന്നായി കൈയടിച്ച് കൈ നോവുന്ന പോലെ കൈയടിച്ച് പാപലേശമേശിടാതെ, ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരൂവൻ. സർവശക്തനായ ദൈവമേ, കരങ്ങളെ ഉയർത്തിക്കൊട്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിലവിളി അങ്ങേ പകലത്തെയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെ ഒന്ന് സമർപ്പിച്ച്, ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ശുശ്രൂഷകളിൽ, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ശുശ്രൂഷകൾ വന്ന് പങ്കെടുത്ത് മടങ്ങിപ്പോയവര്, ഇന്ന് പാതിരാവോളം വരാനിരിക്കുന്നവര്, ഏകദേശം 2 ലക്ഷത്തോളം മക്കള് പൊന്നുകർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച യേശുവേ, രോഗികളായിട്ടുള്ള മക്കളെ ഒന്ന് സമർപ്പിച്ച്, ഈ സമൂഹത്തെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായിട്ടുള്ള മക്കളെ ഒന്ന് സമർപ്പിച്ച്, മാരക രോഗങ്ങള്, മാഹാരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഫിറ്റ്സ് രോഗങ്ങള്, കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പറാക്റ്റീവ് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, ഡോക്ടർമാർ ഉപേക്ഷ അവസ്ഥകള്, മരണകരമായ അവസ്ഥകള്, ഹൃദയ സംബന്ധ രോഗങ്ങള്, ശ്വാസകോശ സംബന്ധ രോഗങ്ങള്, ലിവറിന്റെ, കിഡ്നിയുടെ, പാൻക്രിയാസിന്റെ രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗപീഠകള്, അസ്ഥി രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, തകർന്ന കുടുംബ ബന്ധങ്ങള്, ഡൈവോഴ്സിന് വകയിൽ നിൽക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര്, വീട് വിട്ടുപോയവര്, ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്നവര്, കടക്കണികള്, ജപ്തി നോട്ടീസ്, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥകള്, മദ്യപാനം, മയക്കുമരുന്ന് തിന്മകളുടെ ബന്ധത്തിലായിരിക്കുന്നവര്, വിശുദ്ധരായ തീഷ്ണതയുള്ള ധാരാളം വൈദികരെ, സന്യസ്തരെ തരണേ. വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ. തീഷ്ണതയുള്ള ധാരാളം അന്മായ പ്രേക്ഷിതരെ തരണേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ വന്നിരുന്ന നിയോഗങ്ങള്, ഈ സമയത്ത് നീറുന്ന മനസ്സോട് ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരങ്ങളോടുള്ള
നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യോണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്ക്. നീ എനിക്ക് പ്രിയങ്കരനാ, നീ എനിക്ക് ബഹുമാന്യനാ, നീ എന്റെ പൊന്നോമനയാ, നീ എനിക്ക് വിലപ്പെട്ടവനാ. ഇതാ കർത്താവ് തരുന്ന ഒരു പുതിയ വില, കർത്താവ് തരുന്ന ഒരു പുതിയ സ്നേഹം, കർത്താവ് തരുന്ന ഒരു പുതിയ അംഗീകാരം, കർത്താവ് തരുന്ന ഒരു പുതിയ കൃപ. അഗ്നിയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് അവിടുത്തെ രക്ഷിക്കുക. ജീവിതം മുഴുവൻ കൊടുത്ത് ഇരുകരങ്ങൾ ഉയർത്തിയെന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്. ഒരുപാട് വിഷമിക്കുന്നവരില്ല, വേദനിക്കുന്നവരില്ല. യേശുവേ, യേശുവേ, യേശുവേ. അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേര്, ഒരുപാട് നൊമ്പരം, ഒരുപാട് വേദന, ഒരുപാട് ദുഃഖങ്ങളാ. യേശുവേ, യേശുവേ, യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും വരുന്ന നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗക്കിടകളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര് ഒന്ന് തല വിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, യേശുവേ. ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പകൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്ന് അകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വൈദികർ ഒന്നു ചേർന്ന് ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 ഇതാ ദിവ്യകാരുണ്യ നാഥൻ എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളാ. കൃപ മഴ പോലെ പെയ്യപ്പെടാൻ പോവാ. ഇതാ നീ ആഗ്രഹിക്കുന്ന അഭിഷേകം നീ സ്വീകരിക്കാൻ പോവാ. ഇരു കരങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിക്ക്. ഇതാ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റേതാണെന്ന് കർത്താവ് പറയുന്നു. ഒരു അഭിഷേകത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിളിച്ച് യേശുവേ, 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 യേശുവേ. കൈകൾ കൊട്ടി ആരാധിച്ച് ആരാധിച്ച് വിശ്വസിച്ച് വിശ്വസിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. തുണയായോനേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആത്മാവേ അങ്ങേ ആരാധിക്കുന്നു. തുണയായോനേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗ്ഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു. അബ്ബാ ഫാദർ കാട്ടിയേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗ്ഗ
കരമുയർത്തി വെച്ച് ദൈവത്തിന് ആരാധന. പുത്രൻ തമ്പുരാൻ ആരാധന. പരിശുദ്ധാത്മ ദൈവത്തിന് ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള് എല്ലാ മക്കളും നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ യേശുവേ ഹീരാ 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 ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകൾ അനുഭവിക്കുന്നവര്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവര്, സർജറികൾ ആവശ്യമായിട്ടുള്ള മക്കള് ഈശ്വരത്തെ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഹാർട്ട് സർജറികൾ വേണ്ട കുഞ്ഞുമക്കൾ ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 19-ലധികം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശരീരം തളർന്നു പോയവര്, അബോധാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥകള്, ഇതാ വെന്റിലേറ്ററിലായിരിക്കുന്ന അവസ്ഥകള്, മരണകരമായ അവസ്ഥകളിലേക്ക് നീങ്ങുന്ന മക്കള്, 12ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വിട്ടുമാകാത്ത തലവേദന, മൈഗ്രെയിൻ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, ബ്രെയിനിൽ ഗ്രോത്തുകള്, ട്യൂമറുകളുള്ള അവസ്ഥകള്, സർജറികൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, 37 പേർക്ക് സൗഖ്യം കിട്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, സംസാരിക്കാൻ വിക്ക് വരുന്നവര്, ഇതുവരെ സംസാരിക്കാൻ സാധിക്കാത്ത മക്കള്, കുഞ്ഞുമക്കള് ഇതുവരെ 3, 4, 5 വയസ്സായിട്ട് സംസാരിക്കാത്ത കുഞ്ഞുങ്ങള്, ചില ബ്രെയിനിന്റെ വളർച്ച സംബന്ധമായുള്ള കാരണങ്ങളാൽ സംസാരശേഷി ഇല്ലാത്ത മക്കള്, ഏതാനും പേര് ഈശോ കർത്താവ് ഇതാ 14ഓളം മക്കളുടെ അധരങ്ങളുടെ കെട്ടുകൾ അഴിയുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷീജ എന്ന പേരുള്ള ഒരു മകളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസ് കുട്ടിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിസിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വർഷയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എമിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്കറിയായ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുര്യാക്കോസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. റോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അൽഫോൻസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സെബാസ്റ്റിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നേഹയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷേർലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചിത്രയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കവിതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിമിഷയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 28ഓളം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഏതാനും മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 17ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകള്, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതാനും കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. 78ഓളം കുടുംബങ്ങൾ സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠകളുള്ള 23ഓളം മക്കൾക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കാലുകൾക്ക് വേദന, കാലിന് നീര്, കാലിന് ബലക്കുറവ്, സ്ട്രോക്ക് വന്നതിന് ശേഷം കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടവര് ഈശോ കർത്താവ് 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വാദ
രോഗപീഠകളുള്ള മക്കൾ ഇപ്പോൾ സുഖപ്പെടുകയാണ്. അതുപോലെ പാർക്കിൻസൺസിന്റെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയ മക്കളെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. 18 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വീട് വിട്ടുപോയ ഏതാനും മക്കള്, വഴക്കായിട്ട് പിണക്കമായിട്ട് വീട്ടുകാരുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു പോയ മക്കള്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 30-ലധികം മക്കൾക്ക് അനുരഞ്ജനത്തിന്റെ അഭിഷേകം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. 3 സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ചില തരത്തിലുള്ള രോഗപീഠകൾ അവരിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചാക്കുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ വാഴ്ത്തി പാടാം. സാഷ്ടാംഗം വീണുന ഏറ്റം മഹതാമി കുദാസയേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നെ ഗജാന്തൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിലും ഔവീരം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവകമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെ തിരുരത്വത്തിന്റെ ദിവരഹസ്യങ്ങൾ എന്ന് വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഒരു കരങ്ങൾ ഉയർത്തി, സ്ഥലമുയർത്തി എല്ലാ മക്കളൊന്ന് വിളിച്ച യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരൻ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ, ഈശോയെ, ഈശോയെ, ഈശോയെ. കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക, ശബ്ദപറ്റി പ്രാർത്ഥിക്കുക, നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ഇവിടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. ഈശോയെ, 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 ഈശോയെ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങി പോവല്ലേ. ഈശോയെ വെറുകയ്യാട്ട് ആരെ പറഞ്ഞു വിടല്ലേ. ഈശോ ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ലേ. ഈശോയെ, 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 ഈശോയെ.